നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകലമാന മലയാളി ജ്യോതിഷ വിശ്വാസികളെ 2025 ഫെബ്രുവരി മാസം 5-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മകരമാസം 23-ാം തീയതിയാണ് ബുധനാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം 16-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:46, അസ്തമയ സമയം വൈകുന്നേരം 6:26. തിഥി അഷ്ടമിത്തിഥിയാണ്. അഷ്ടമിത്തിഥി ബുധനാഴ്ച രാത്രി 12:37 വരെ ഉണ്ടായിരിക്കും. ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം ചൊവ്വാഴ്ച രാത്രി 9:51 ആരംഭിച്ച് ബുധനാഴ്ച രാത്രി 8:35 അവസാനിക്കും. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഭരണി നക്ഷത്ര ജാതകരാണ്. ബുധനാഴ്ച ദിവസം ഭരണി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ബുധനാഴ്ച ദിവസം മേടക്കൂറിൽപ്പെട്ട ഭരണി നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രട്ടാതി, ചതയം, പൂരാടം, ഉത്രാടം, അശ്വതി, മകം, പൂരം. ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. 2025 ഫെബ്രുവരി മാസം 5-ാം തീയതി ബുധനാഴ്ച ദിവസം ഭരണി നക്ഷത്രപ്രകാരം ഉത്രട്ടാതി, ചതയം, പൂരാടം, ഉത്രാടം, അശ്വതി, മകം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇന്നേ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അത്തം, രേവതി, പൂരുട്ടാതി, അവിട്ടം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ അത്തം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതികൂലമായി വന്നു ചേരുന്നത്? അത്തം നക്ഷത്രത്തിന് അഷ്ടമരാശിയിലുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. അപ്പോൾ അത്തം നക്ഷത്രത്തിലെ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് അഷ്ടമരാശിയിൽ ഭരണി നക്ഷത്രത്തിലോ അശ്വതി നക്ഷത്രത്തിലോ കാർത്തികക്കാൽ നക്ഷത്രത്തിലോ ഒരു കുട്ടി ഉണ്ടായാൽ ജ്യോതിഷം പറയുന്നത് അത് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ദോഷം അനുഭവിക്കുന്നവരാരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം അമ്മയുടെ നാൾ പ്രകാരമാണ് ഇപ്പോൾ ഭരണി നക്ഷത്രം വന്നിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അമ്മയുടെ നാൾ അത്തം നക്ഷത്രമാണ്, മകൻ്റെ നാൾ ഭരണി നക്ഷത്രമോ അശ്വതി നക്ഷത്രമോ ആണെങ്കിൽ അമ്മ ഈ ഭരണി നക്ഷത്രത്തിലോ അശ്വതി നക്ഷത്രത്തിലോ ശനീശ്വരൻ്റെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ശനിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഭരണിയും അശ്വതിയും അത്തം നക്ഷത്ര ദിവസത്തിൽ നീരാഞ്ജനം വഴിപാട് നടത്തണം. നീരാഞ്ജനം വഴിപാട് എവിടെയാണ് നടത്തുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ എവിടെയാണ് നടത്തേണ്ടതെന്ന് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. അപ്പോൾ ശനീശ്വര ക്ഷേത്രങ്ങളിലാണ്, അയ്യപ്പ ക്ഷേത്രങ്ങളിലാണ് നീരാഞ്ജനം. ശനിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നീരാഞ്ജനം നടത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാത്ത പക്ഷം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി, അവരുടെ ജീവനെ ഭീഷണിയായിട്ടുള്ള ഏതെങ്കിലും പ്രതിസന്ധി ഈ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതൊരു പരമമായ സത്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 12-ാം ഭാവത്തിൽ ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നത് അമ്മയുടെയോ അച്ഛൻ്റെയോ 12-ാം ഭാവത്തിലാണ് ആ കുട്ടിയുടെ നക്ഷത്രമെങ്കിൽ അതും ദോഷം ചെയ്യും. അതും ഇപ്രകാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നക്ഷത്രം മാറി വഴിപാടുകൾ ചെയ്യണം. അങ്ങനെ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കണം. 6-ാം ഭാവത്തിൽ ഉള്ള ഒരു നക്ഷത്രമാണ് കുട്ടിയുടേതെങ്കിൽ ഭാര്യയും ഭർത്താവും വിവാഹം ചെയ്തു, അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നത് അച്ഛൻ്റെയോ അമ്മയുടെയോ 6-ാമത്തെ ഭാവത്തിലുള്ള നക്ഷത്രമാണെങ്കിൽ, 6-ാമത്തെ രാശിയിലുള്ള നക്ഷത്രമാണെങ്കിൽ അതും ഇതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നക്ഷത്രം മാറി വഴിപാടുകൾ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് പരമമായ സത്യമാണ്. കുറച്ച് പേരൊക്കെ പറയും അന്ധവിശ്വാസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ദോഷം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഏതെങ്കിലും ഒരു ദശാകാലം, ചിലപ്പോൾ മാതാവിന് ദോഷം വരുന്നത് ശനിയുടെ ദശാകാലത്താണ്, പിതാവിന് ദോഷം വരുന്നത് ആദിത്യൻ്റെ ദശാകാലത്താണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വിഷയം ഉണ്ടാകുന്നത്.
അപ്പോൾ ഒരു 10 നക്ഷത്ര ജാതകയായ ഒരു സ്ത്രീക്ക് അഷ്ടമരാശിയിലുള്ള ഒരു മകനാണ് ഉണ്ടായതെങ്കിൽ ആ മകനെ കൊണ്ട് ദോഷമൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും ഈ അമ്മയ്ക്ക് ഒരു ദോഷം വന്നു ചേരും. അത് ശനിയുടെ ദശാകാലത്താണ് അമ്മയ്ക്കൊരു ദോഷം വന്നു ചേരുക. അപ്പോൾ അമ്മയ്ക്കത് ദോഷം വന്നു ചേരുന്ന സമയം എന്ന് പറഞ്ഞാൽ ശനിയുടെ അഷ്ടമത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുന്ന കാലം മാതാവിന് ദോഷം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് അത് ചിലപ്പം ഒരു ശനിയുടെ ദശാകാലത്ത് ഒരു അപഹാര സമയം എന്ന് പറയുന്നത് 2 വർഷമൊക്കെ കാണും, 2 വർഷമൊക്കെ കാണും, 2 വർഷം 6 മാസമൊക്കെ കാണും. അപ്പോൾ അത്രയും സമയം വളരെ മോശമായ സമയമാണ്. അമ്മയ്ക്ക് തോന്നും ജീവിച്ചിരിക്കേണ്ട, ഞാനിങ്ങ് മരിച്ചേക്കാം എന്നുള്ള ചിന്തയൊക്കെ അങ്ങനെ അവരെ അലട്ടും. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയം മുതൽ മരണം വരെയും ഇങ്ങനെ നക്ഷത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിതാവിനാണെങ്കിൽ പിതാവ് ചെയ്യേണ്ടത് സൂര്യദേവൻ്റെ മുമ്പാകെയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ പോയി പിതാവ് ചെയ്യണം. പിതാവിൻ്റെ നക്ഷത്രവുമായിട്ടാണ് അങ്ങനെ വരുന്നതെങ്കിൽ പിതാവ് അവിടെയാണ് പോയി ചെയ്യേണ്ടത്. ഇനിയും രേവതി നക്ഷത്രപ്രകാരം നോക്കിയാൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ കാരണം അഭിപ്രായ ഐക്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മോശമായ രീതിയിലുള്ള അനുഭവം ഉണ്ടാകും. അഭിപ്രായം ഐക്യം ഉണ്ടായെങ്കിലേ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ, സുഖം ഉണ്ടാവുള്ളൂ. അഭിപ്രായം ഐക്യം ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പൂരുട്ടാതി നാളുകാരെ സംബന്ധിച്ചാണെങ്കിൽ കാര്യവിജയം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് പ്രതികൂലമായ അനുഭവം. അവിട്ടം നാളുകാരെക്കുറിച്ചാണെങ്കിൽ ശത്രുത വന്നു ചേരുമെന്നുള്ളതാണ് പ്രതികൂലമായ അനുഭവം വന്നു ചേരുക. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്താൽ ഭാരപ്പെടുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയിപ്പോൾ ഈ അധ്യായത്തിൽ അടുത്ത കാര്യം പറയുന്നത് ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയമാണ് പറയുന്നത്. ബുധനാഴ്ച രാവിലെ 6:46 മുതൽ ഉച്ചയ്ക്ക് 11:16 വരെ ശുഭസമയമാണ്. പിന്നീട് 11:36 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 2:16 മുതൽ 5:16 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറയാം. സംഖ്യാശാസ്ത്രം പറയുന്നത് തീയതി 5 വെച്ചാണല്ലോ. ഏതൊരു മാസത്തെ 5, 14, 23 തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ്. പച്ച, വെള്ള, ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉത്തമമായ ദിവസമാണ്. അതുപോലെ തന്നെ പേരിൽ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനി ധനം വന്നു ചേരുന്ന നാളുകാരെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഭരണി നക്ഷത്രപ്രകാരം ബുധനാഴ്ച ദിവസം ഉത്രട്ടാതി, അവിട്ടം, പൂരാടം, അനിഴം, ചിത്തിര, പൂരം, പൂയം, മകീരം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അഥവാ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ധനമില്ലെങ്കിൽ പോലും വായ്പ ചോദിച്ചാൽ കിട്ടും, വായ്പ തിരിച്ചു കൊടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ നേട്ടം. അപ്പോൾ ഈ നാളുകാർക്ക് ധനം കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ഒരു ദിവസമാണ് ഈ ഭരണി നക്ഷത്രപ്രകാരം ബുധനാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.